പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഹർജി പരിഗണിക്കും. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട്. സമീർ സി മുഹമ്മദുണ്ട് കോഴിക്കോട് എന്ന വിശദാംശങ്ങളുമായി. സമീർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ പ്രതിയാണ് MS സൊല്യൂഷൻസിലെ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദമാണ് കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോടതി വിധി പറയുന്നത്. പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത് ഇതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ, അതിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭ്യമാകേണ്ടതുണ്ട്. ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട്. എന്നാൽ അത്തരം നടപടികളിലേക്ക് പക്ഷേ ഇതിൻ്റെ സ്ഥാപനവും ഈ വ്യക്തിയും ഒന്നും തന്നെ അതുമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങാൻ ഒരു വിധത്തിലും അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല. അത്തരമൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതേസമയം തന്നെ പ്രതിഭാഗം വാദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഗൂഢാലോചന ആരോപിക്കുമ്പോൾ ഇതിൽ ഈ ഷുഹൈബിനെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത്, കേസെടുത്തിട്ടുള്ളത്. മറ്റാർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല. സമാന രീതിയിൽ ചോദ്യങ്ങൾ ചോർത്തി എന്ന് പറയുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ട്, അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം വാദിച്ചത്. ആ വേളയിൽ കോടതി പറഞ്ഞത് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത് ക്രൈംബ്രാഞ്ചാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് എന്ന കാര്യം. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ കാര്യം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരാൻ പോകുന്ന സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.